ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത് ഒരു പെപ്ലം ടോപ്പിൻ്റെ കട്ടിങ് ആൻഡ് സ്റ്റിച്ചിങ് ആണ് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടി ഞാൻ എടുത്തിരിക്കുന്ന ഈ ഒരു ക്ലോത്താണ്. ഇത് കോട്ടൻ്റെ ഒരു ക്ലോത്താണ് കേട്ടോ. അത്യാവശ്യം നല്ല കട്ടിയുള്ളതാണ് കേട്ടോ. ഇതാ ഈ ഒരു ബ്ലാക്ക് കളറാണ്. ഇതിനകത്ത് ചെറിയ പ്രിൻറ്റ് വരുന്നുണ്ട്. ബാക്ക് വശം ഇങ്ങനെ പ്ലെയിൻ ആയിട്ടും ഫ്രണ്ടിൽ ഈ ഒരു പ്രിൻറ്റും ഉണ്ട് കേട്ടോ. പിന്നെ ഞാൻ ഇതിന് വേണ്ടിയിട്ട് ചേച്ചിയുടെ മെഷർമെൻ്റ് ആണ് എടുത്തിട്ടുള്ളത്. ചേച്ചിക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു ഡ്രസ്സ് സ്റ്റിച്ച് ചെയ്യുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതാ ഞാൻ ഫുൾ ലെങ്ത്ത്, ചെസ്റ്റ്, വേസ്റ്റ്, ഷോൾഡർ, സ്ലീവ് ലെങ്ത്ത്, സ്ലീവ് റൗണ്ട്, നെക്ക് ലെങ്ത്ത്, പിന്നെ ആം റൗണ്ട്, ഇതെല്ലാം ഞാൻ മെഷർ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു മെഷർമെൻറ്റിൽ ഈ ഒരു ഡ്രസ്സ് കട്ട് ചെയ്യുകയും സ്റ്റിച്ച് ചെയ്യുകയും ചെയ്യാം. അപ്പോൾ ഞാൻ നല്ല ഡീറ്റെയിൽ ആയിട്ട് തന്നെയാണ് കേട്ടോ ഈ ഒരു വീഡിയോ എടുത്തിട്ടുള്ളത്. ബിഗിനേഴ്സിനൊക്കെ മനസ്സിലാവാൻ പറ്റുന്ന പോലെ എന്നോട് കുറേ കുട്ടികളൊക്കെ മെസ്സേജ് ചെയ്തിട്ട് പറയുന്നുണ്ട് വീഡിയോസൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട്, ഇങ്ങനെ കട്ടിങ് ആൻഡ് സ്റ്റിച്ചിങ്. അപ്പോൾ എൻ്റെ വീഡിയോ കണ്ടിട്ട് കുറേ പേര് ട്രൈ ചെയ്യുന്നുണ്ടെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ അവർക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട് ഞാൻ സിമ്പിളായിട്ടാണ് കേട്ടോ പറഞ്ഞു തരുന്നത്, ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഈ ഒരു കട്ടിങ് സ്റ്റിച്ചിങ്ങിലേക്ക് പോകാം. അപ്പോൾ ഇവിടെ ഫസ്റ്റ് തന്നെ നമ്മളിവിടെ 2 കട്ടായിട്ടാണ് ചെയ്യുന്നത്. അതായത് നമ്മുടെ താഴേക്ക് നമ്മൾ കുഞ്ഞൊരു പ്ലീറ്റ്സ് കൊടുക്കുന്നുണ്ട്. അതാണല്ലോ പെപ്ലം ടോപ്പ്. അപ്പോൾ ആ ഒരു ഫ്രില്ല് കൊടുക്കുന്ന ഭാഗം ഒഴിച്ചിട്ടുള്ള ബാലൻസ് ഭാഗം നമുക്ക് ഫസ്റ്റ് കട്ട് ചെയ്യാം. അതിനകത്ത് നമ്മുടെ ഷോൾഡറും ചെസ്റ്റൊക്കെ മാർക്ക് ചെയ്തിട്ട് നമുക്ക് കട്ട് ചെയ്യാം. എന്നിട്ട് ആ താഴ്ഭാഗം കട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഈ ഒരു ക്ലോത്തിൻ്റെ വിഡ്ത്ത് വൈസാണ് ഈ ഒരു മെറ്റീരിയൽ എടുക്കുന്നത്. പിന്നെ അതുമല്ല, ഈ ഒരു ക്ലോത്തിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ചെറിയൊരു ലൈൻസ് വരുന്നുണ്ട്. അപ്പോൾ ആ ഒരു ലൈൻസ് താഴേക്ക് വരുന്ന രീതി ചെയ്താലാണ് ഭംഗി ഉണ്ടാവുക. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഈ ഒരു വിഡ്ത്ത് വൈസാണ് എടുക്കുന്നത്. അപ്പോൾ ഞാൻ ആദ്യം തന്നെ ഈ ഒരു മെറ്റീരിയൽ വിഡ്ത്ത് വൈസ് ഒന്ന് ഫോൾഡ് ചെയ്തിടുന്നുണ്ട്. അപ്പോൾ ഫ്രണ്ടും ബാക്കും ഒരുമിച്ച് തന്നെ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ പോകുന്നത്. അപ്പോൾ ഇതിൻ്റെ ആദ്യം ഞാൻ ഈ ഒരു എഡ്ജ് ഭാഗം ഒന്ന് ജസ്റ്റ് ഒന്ന് എൽ സ്കെയിൽ വെച്ചിട്ടൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇതെന്തിനാണെന്ന് വെച്ചാൽ നമുക്ക് ആ ഒരു അറ്റം നമ്മൾ എത്ര നോക്കി നമ്മൾ വിചാരിക്കും സ്ട്രെയിറ്റ് ആണ്, പക്ഷേ ഈ ഒരു എൽ സ്കെയിൽ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ ആ ഒരു കറക്റ്റായിട്ട് നമുക്ക് ആ ഒരു ചെരിവില്ലാതെ കിട്ടും കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ കുറച്ചായിട്ട് ഈ ഒരു സ്കെയിലൊക്കെ യൂസ് ചെയ്യുന്നത്. അപ്പം അത് മേടിച്ചാണ്. അപ്പോൾ ഞാൻ ഈ ഒരു സ്കെയിൽ വെച്ചിട്ട് ഫസ്റ്റ് ഈ ഒരു ഭാഗം കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട്. എന്നിട്ട് ഞാൻ ഈ ഒരു മെറ്റീരിയൽ നോക്ക്, ഈ ഒരു ഞാൻ നിൽക്കുന്ന ഭാഗത്ത് നിന്ന് ഓപ്പോസിറ്റ് സൈഡിലേക്ക് ഇങ്ങനെ ഒന്ന് ഫോൾഡ് ചെയ്തിട്ടിരിക്കുകയാണ്. അപ്പോൾ അതുപോലെ തന്നെ ഒന്നും കൂടി ഫോൾഡ് ചെയ്തിടുന്നുണ്ട്. അപ്പോൾ ഫ്രണ്ടും ബാക്കും ഒരുമിച്ച് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഫോൾഡ് ചെയ്തിടുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് മെറ്റീരിയലും കുറച്ച് ലാഭിക്കാൻ പറ്റും. ഈ ഒരു രീതി തന്നെ ഞാൻ സ്ലീവും നമ്മുടെ താഴത്തേക്കുള്ള ഫ്രില്ലും എല്ലാം ഇങ്ങനെയാട്ടോ കട്ട് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ കാണിച്ചു തരാം. ഫസ്റ്റ് അപ്പോൾ ഞാൻ 4 ഭാഗമായിട്ട് ഫോൾഡ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ചെസ്റ്റൊക്കെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഇവിടെ ചെസ്റ്റ് വന്നിരിക്കുന്ന 32.5 ഇഞ്ചാണ് കേട്ടോ. അപ്പോൾ ആദ്യം നമ്മൾ അതിനെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. ആ കിട്ടുന്ന എമൗണ്ടിന് നമുക്ക് ലൂസായിട്ട് 0.5 ഇഞ്ചും പിന്നെ നമുക്ക് സീം അലവൻസ് ആയിട്ട് ഇവിടെ 1 ഇഞ്ചുമാണ് എടുത്തു കൊടുക്കുന്നത്. ഞാൻ ഇത്രയല്ല, ഞാൻ കുറച്ച് ലൂസിലാണ് എടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതാണ് കറക്റ്റായിട്ട് നിങ്ങൾക്ക് കറക്റ്റ് മെഷർമെൻ്റ് ആണ് എടുക്കുന്നതെങ്കിൽ നിങ്ങൾ ഇങ്ങനെ ചെയ്താൽ മതി. പിന്നെ വേസ്റ്റ് റൗണ്ട് ആയിട്ട് 27.5 ഇഞ്ചാണ് എടുത്തിട്ടുള്ളത്. അതിന് നമ്മൾ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. ലൂസ് 0.5 ഇഞ്ചും പിന്നെ സീം അലവൻസ് ആയിട്ട് നമുക്ക് 1 ഇഞ്ചും കൂടി എടുത്തിട്ട് അതാണ് നമ്മുടെ വേസ്റ്റ് റൗണ്ട് വരുന്നത്. അപ്പോൾ ഞാൻ ഈ ഒരു മെഷർമെൻറ്റ് കറക്റ്റ് നിങ്ങൾ എങ്ങനെയാണോ എടുക്കേണ്ടത് അതാണ് കാണിക്കുന്നത്. ഞാൻ ഇവിടെ ക്ലോത്തിലേക്ക് എടുക്കുന്ന സമയത്ത് കുറച്ചൊരു കൂട്ടി എടുക്കുന്നുണ്ട് കേട്ടോ. അതൊക്കെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു തരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഫസ്റ്റ് ഞാനിവിടെ ഈ ക്ലോത്ത് നമുക്ക് ചെസ്റ്റ് വൈസ് തികയോ എന്നുള്ളത് ഫസ്റ്റ് നോക്കണമല്ലോ. ഞാനിവിടെ 4 ഭാഗമായിട്ട് മടക്കി ഇട്ടിട്ടുണ്ട്, പക്ഷേ ഇത് തികയോ എന്നുള്ളത് നോക്കണമല്ലോ. അപ്പം 32.5 ഇഞ്ചിന് ആദ്യം 4 കൊണ്ട് ഡിവൈഡ് ചെയ്തിട്ട് നമുക്ക് കിട്ടുന്ന സീം അലവൻസും കൂടി ആഡ് ചെയ്തിട്ടുള്ള ആ ഒരു എമൗണ്ട് എന്ന് പറയുന്നത് 9.6 ഇഞ്ചാണ്. അപ്പം ഞാനിവിടെ റൗണ്ട് ചെയ്തിട്ട് 10 ഇഞ്ചായിട്ടാണ് എടുക്കുന്നത്. ഞാൻ പറഞ്ഞല്ലോ ലൂസ് കൊടുക്കുന്നുണ്ട്, കാരണം പെപ്ലം ടോപ്പാണ്, നമുക്ക് ലൂസായിട്ട് കിടക്കുന്നതായിരിക്കും ഭംഗി. ഒരുപാട് ടൈറ്റായിട്ട് നിങ്ങൾക്കിപ്പോൾ ടൈറ്റായിട്ടാൻ വേണ്ടി കറക്റ്റ് ഈ മെഷർമെൻറ്റ് എടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഞാനിവിടെ നോക്കുന്ന സമയത്ത് കൃത്യം എനിക്ക് 10 ഇഞ്ച് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ 10 ഇഞ്ചാണ് ഞാനിവിടെ എടുത്തു കൊടുക്കുന്നത്. അപ്പോൾ വേസ്റ്റ് റൗണ്ട് കുറവായതുകൊണ്ട്, ചെസ്റ്റിനേക്കാളും വേസ്റ്റ് കുറവായതുകൊണ്ടാണ് ഇങ്ങനെ നമ്മൾ ഇത് മെഷർ ചെയ്തത്. ഇനിയിപ്പോൾ വേസ്റ്റ് റൗണ്ട് കൂടുതലെങ്കിലും നമ്മൾ ആദ്യം ആ ഒരു വേസ്റ്റ് റൗണ്ട് ഇതിനകത്ത് ഉണ്ടോ എന്നുള്ളത് നോക്കിയാൽ മതി കേട്ടോ. അപ്പോൾ എന്തായാലും ഞാനിവിടെ ചെസ്റ്റ് എടുത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ ഷോൾഡർ എത്രയാണ് വരുന്നത്? 13 ഇഞ്ചാണ്. 13 നമ്മൾ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുക, 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പോൾ നമുക്ക് കിട്ടുന്ന എത്രയാണോ അതാണ് നമ്മുടെ ഷോൾഡർ ആയിട്ട് എടുക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ ഷോൾഡർ എത്രയാണെന്നുള്ളത് നോക്കിയിട്ട് അത് എടുത്താൽ മതി. ഇവിടെ 13 ഇഞ്ചാണ് ചേച്ചിയുടെ ഷോൾഡർ വരുന്നത്. അപ്പോൾ ഞാൻ അതിവിടെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അതിൻ്റെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്തിട്ട് കിട്ടുന്നത് 6.5 ഇഞ്ചാണ് ഇവിടെ നമ്മൾ ഷോൾഡർ ആയിട്ട് എടുത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഞാൻ അവിടെ ഒന്ന് വരച്ചിട്ട് താഴേക്ക് ജസ്റ്റ് ഒന്ന് കുറച്ചൊന്ന് 6 ഇഞ്ചിൽ ഒന്ന് വരച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ ആം ഹോളുമായിട്ട് വരുന്നത് 16 ഇഞ്ചാണ്, 16 ഇഞ്ചാണ്. അപ്പോൾ ഈ 16 ഇഞ്ചിനെ നമ്മൾ ആദ്യം 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പോൾ നമുക്ക് കിട്ടുന്ന ആ ഒരു 8 ഇഞ്ചാണ് നമ്മുടെ ഇവിടെ ആം ഹോൾ ആയിട്ട് വരുന്നത്. അപ്പോൾ ഞാനിവിടെ താഴേക്കും ഈ ഒരു 6.5 ഇഞ്ച് തന്നെയാണ് കേട്ടോ എടുത്തു കൊടുക്കുന്നത്. ഇതുണ്ടോ 6.5 ഇഞ്ച് നമ്മുടെ ഷോൾഡറും അതുപോലെ തന്നെ ആം റൗണ്ടിൻ്റെ അവിടെയും ഞാൻ ഇത് തന്നെയാണ് എടുത്തു കൊടുക്കുന്നത്. ഇനി നമ്മൾ അവിടെ കർവ് ചെയ്യുന്ന സമയത്ത് നമുക്ക് അവിടെ എക്സ്ട്രാ 8 ഇഞ്ചിലേക്ക് എടുക്കാൻ വേണ്ടി പറ്റും കേട്ടോ. ഇനി നമുക്ക് നമ്മുടെ ചെസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമുക്കിവിടെ ചെസ്റ്റ് നമ്മൾ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് 8.1 ഇഞ്ചാണ് വരുന്നത്. അപ്പോൾ ഈ 8 ഇഞ്ചാണ് ഞാൻ ആദ്യം ഇവിടെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. അതിന് മുന്നായിട്ട്
ആ ഒരു ചെസ്റ്റ് ലൈൻ ഞാൻ ജസ്റ്റ് ഒന്ന് സ്കെയിൽ വെച്ചിട്ട് വരച്ചു കൊടുക്കുന്നത്. അപ്പോൾ ചെരിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഇതൊന്ന് ഫസ്റ്റ് വരച്ചു കൊടുത്താൽ മതി. എന്നിട്ട് ഞാനിവിടെ 8 ഇഞ്ച് ഒന്ന് ഫസ്റ്റ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ ഈ 4 കൊണ്ട് ഡിവൈഡ് ചെയ്തിട്ടുള്ള. പിന്നെ നമുക്ക് ആ റേഞ്ച് ലൂസും പിന്നെ സീം അലവൻസും കൂടി മൊത്തത്തിൽ ഇട്ട് കൊടുക്കുക. അപ്പോൾ ഞാനിവിടെ 10 ഇഞ്ച് എടുത്തുകൊണ്ടാണ് മൊത്തത്തിൽ സീം അലവൻസ് എക്സ്ട്രാ ഇട്ടിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ കറക്റ്റായിട്ട് ഷേപ്പായിട്ട് കിടക്കണമെങ്കിൽ നിങ്ങൾ അതിനനുസരിച്ച് എടുത്താൽ മതി കേട്ടോ. എന്നിട്ട് ഈ ഒരു ആം റൗണ്ടിൻ്റെ അവിടെ സെൻറ്ററിലൊന്ന് മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് ഈ ഒരു കർവ് സ്കെയിൽ വെച്ചിട്ട് ഞാനിങ്ങനെ ഒന്ന് കർവ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. കർവ് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം, നമ്മൾ ലൂസ് ഇട്ടിട്ടുള്ള ഒരു ഭാഗം ഉണ്ടല്ലോ അവിടേക്കായിരിക്കും കർവ് ചെയ്ത് കൊടുക്കുന്നത്. എന്നിട്ട് മേളിൽ ഒരു 1/2 ഇഞ്ച് ലൂസ് സീം അലവൻസ് വിട്ടിട്ട് പിന്നെ നമ്മൾ ഇങ്ങനെ ഒന്ന് മെഷർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് നോക്കുമ്പോൾ 8 ഇഞ്ചാണ് വരേണ്ടത്. അപ്പോൾ 8 ഇഞ്ച് ഇവിടെ വരുന്നുണ്ടോ എന്ന് നോക്കുക. അപ്പോൾ ഞാൻ ഇവിടെ എക്സ്ട്രാ സീം അലവൻസ് ഇട്ടുകൊണ്ട് നമുക്കവിടെ കറക്റ്റായിട്ട് കിട്ടുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ നോക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇവിടെ 8 ഇഞ്ച് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒന്നും കൂടി ഒരു 6.5 ഇഞ്ചാണല്ലോ താഴേക്ക് എടുത്തു കൊടുത്തിട്ടുള്ളത്, അത് കുറച്ചും കൂടി എടുത്തു കൊടുക്കുക. എന്നിട്ട് ഇതേ പ്രോസസ്സ് ഒന്നുകൂടി ചെയ്ത് കഴിഞ്ഞാൽ അപ്പോൾ നമുക്ക് കറക്റ്റായിട്ട് കിട്ടും കേട്ടോ. അപ്പോൾ അങ്ങനെ കിട്ടിയിട്ടില്ലെങ്കിൽ അങ്ങനെ ഒന്ന് ആഡ് ചെയ്ത് കൊടുത്താൽ മതിയേ. അപ്പോൾ എനിക്ക് ഇവിടെ കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതാ ഞാൻ ഒന്നും കൂടി മെഷർ ചെയ്ത് കാണിച്ചു തരുന്നുണ്ടോ, 8 ഇഞ്ച് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്കിനി നെക്ക് വിഡ്ത്ത് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇവിടെ 2.75 ഇഞ്ചാണ് കേട്ടോ ഞാൻ നെക്ക് വിഡ്ത്തായിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ അതുപോലെ തന്നെ ലെങ്ത്തും കൂടി മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഫ്രണ്ടും ബാക്കും മാർക്ക് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഫ്രണ്ട് നെക്കായിട്ട് ഞാൻ 5.5 ഇഞ്ചാണ് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. ബാക്ക് നെക്കായിട്ട് 3 ഇഞ്ചുമാണ് മാർക്ക് ചെയ്തിട്ടുള്ളത്. സ്ക്വയർ നെക്കാണ് കേട്ടോ ഞാനിവിടെ ചെയ്യുന്നത്. അപ്പോൾ സ്ക്വയർ നെക്കായിട്ട് ഞാനിവിടെ സ്കെയിൽ വെച്ചിട്ട് ജസ്റ്റ് ഇത് രണ്ടും ഒന്ന് മാർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ബാക്ക് കട്ട് ചെയ്തിട്ട് പിന്നെ ഫ്രണ്ട് കട്ട് ചെയ്താൽ മതി. അപ്പോൾ നമ്മൾ രണ്ടും ഫസ്റ്റ് മാർക്ക് ചെയ്ത് വെക്കും കേട്ടോ. അങ്ങനെയാണ് ചെയ്യുന്നത്. അപ്പോൾ ഞാനിതവിടെ നെക്കിൻ്റെ ലെങ്ത്തൊക്കെ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഞാൻ ഇവിടുത്തെ ലെങ്ത്ത് ഒന്ന് മാർക്ക് ചെയ്യുന്നുണ്ട്. അപ്പം ഇവിടെ ടോട്ടൽ ലെങ്ത്ത് വരുന്നത് 25 ഇഞ്ചാണ്. അതായത് നമ്മുടെ ടോപ്പിൻ്റെ ടോട്ടൽ ലെങ്ത്ത് എന്ന് പറയുന്നത് 25 ഇഞ്ചാണ് കേട്ടോ. ഈ 25 ഇഞ്ച് നമുക്ക് ആദ്യം 25 നമുക്ക് ഈ ഒരു പ്ലേറ്റ്സ് നമ്മളൊരു താഴെ ഒരു പെപ്പളം ഒരു പ്ലേറ്റ്സ് കൊടുക്കുന്നുണ്ടല്ലോ, അപ്പോൾ അത് മൈനസ് ചെയ്തിട്ടുള്ള ബാലൻസ് എമൗണ്ട് ബാലൻസ് നമുക്കിവിടെ ലെങ്ത് ആയിട്ട് എടുത്ത് കൊടുത്താൽ മതി. അപ്പം ഞാനിവിടെ ബാലൻസ് ആയിട്ട് എനിക്ക് നിൽക്കണം എന്ന് തോന്നുന്നത് 14 ഇഞ്ചിലാണ് നിൽക്കണം തോന്നുന്നത്. അപ്പം 14 ഇഞ്ചാണ് ഈ ഒരു ടോപ്പിന് നമ്മൾ എടുത്തു കൊടുക്കേണ്ടത്. ബാലൻസ് എത്രയാണോ വരുന്നത് അതാണ് നമ്മൾ ആ ഒരു ഫ്രില്ലിന് കൊടുക്കുന്നത്. 11 ഇഞ്ചാണ് വരുന്നത് കേട്ടോ. അപ്പോൾ അത് നമുക്ക് ഫസ്റ്റ് ഈ ഒരു 14 ഇഞ്ച് ആദ്യം ഈ ഒരു ഇതിൽ നിന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. അതിന് മുന്നേ വേസ്റ്റ് റൗണ്ടും കൂടി ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കണേ. 27.5 ഇഞ്ചാണ് വരുന്നത്. അതിന് നമ്മൾ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുക, ലൂസും കൂടി ഇട്ടിട്ട് വരുന്ന ഞാനിവിടെ 9 ഇഞ്ചാണ് കേട്ടോ എടുത്തു കൊടുക്കുന്നത്. നമുക്കിവിടെ 6.8 ഇഞ്ചാണ് കിട്ടിയിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഞാനവിടെ ഒരുപാട് ടൈറ്റ് വരരുതല്ലോ, ഈ ഒരു പെപ്ലം ടോപ്പ് എന്ന് പറയുമ്പോൾ ലൂസായിട്ട് എടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു 9 ഇഞ്ചാണ് ടോട്ടൽ എടുത്തു കൊടുക്കുന്നത്. ഈ 9 ഇഞ്ചിലേക്ക് ഈ ഒരു ചെസ്റ്റ് ലൈൻ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് വരച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ സ്കെയിൽ വെച്ചിട്ട്. അപ്പോൾ ഇത്രയാണ് ഇതിൻ്റെ കട്ടിങ് വരുന്നത്. അപ്പം പിന്നെ മാത്രമല്ല ഒരു കാര്യം ശ്രദ്ധിക്കണം, എത്രയാണോ നിങ്ങൾക്ക് ഈ ഒരു ടോപ്പിൻ്റെ ലെങ്ത്ത് വരുന്നത് അതിനകത്ത് നിന്ന് 1 ഇഞ്ച് സീം അലവൻസും കൂടി ഇട്ട് കൊടുക്കണം കേട്ടോ. അപ്പോൾ ഇവിടെ 14 ഇഞ്ചാണ് നിൽക്കണം എന്ന് ഞാൻ പറഞ്ഞത്. അപ്പം ഞാനിവിടെ 15 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതായത് ഒന്നുമില്ല, നമ്മുടെ ആ ഒരു ടോപ്പ് ആ ഒരു ഫ്രില്ല് ഒഴിച്ച് ബാക്കി എത്രയാണോ നിങ്ങൾക്ക് വേണ്ടത് അതിൻ്റെ ലെങ്ത്ത് എടുത്ത് കൊടുത്താൽ മതി. ഞാനിവിടെ 14 ഇഞ്ച് നിൽക്കണം, അതുകൊണ്ട് 15 ഇഞ്ചാണ് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. അത്രയേ ഉള്ളൂ. ഇനി ബാക്കി വരുന്ന വെച്ചിട്ട് നമ്മൾ ഫ്രില്ലിട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. അതിന് മുന്നായിട്ട് നമ്മൾ ഇവിടെ നെക്ക് ഞാനിവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. രണ്ടും ബാക്കാണ് കട്ട് ചെയ്തിട്ടുള്ളത്. ഇനി നമുക്ക് ഒരു ഭാഗം മാത്രം എടുത്തിട്ടിട്ട് അതിന് ആം ഹോളും അതുപോലെ തന്നെ നെക്കും നമുക്ക് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ആം ഹോൾ ഫ്രണ്ട് നമുക്ക് കുഴിച്ച് കട്ട് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ സെൻറ്റർ പോർഷൻ ഉണ്ടല്ലോ, നമ്മുടെ ആം ഹോളിൻ്റെ സെൻറ്റർ പോർഷൻ, അതിന് അവിടെ നിന്ന് കുറച്ചൊന്ന് ഒരു ലൈൻ കൊടുത്തിട്ട് അവിടെ നിന്ന് ചെറുതായിട്ട് ഇങ്ങനെ ആം കർവ് വെച്ചിട്ട് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് വെച്ചിട്ട് നമുക്കൊന്ന് കുഴിച്ച് വരച്ചു കൊടുത്താൽ മതി കേട്ടോ. ഞാൻ ഫ്രീ ഹാൻഡ് വെച്ചിട്ടാണ് ചെയ്യുന്നത്. എനിക്ക് ഇത് വെച്ച് ചെയ്യുന്നേക്കാളും കുറച്ചും കൂടി ഫ്രീ ഹാൻഡ് വെച്ച് ചെയ്യാനാണ് കിട്ടുക. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇതെങ്ങനെയൊന്ന് വരച്ചിട്ട് ജസ്റ്റ് ഇങ്ങനെ വരച്ചു കൊടുത്തിട്ട് അതൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. പിന്നെ ഫ്രണ്ട് നെക്കും 5.5 ഇഞ്ചിൽ ജസ്റ്റ് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ആം കർവും ആ ഒരു ഇത് വെച്ചിട്ട് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഫ്രണ്ട് നമുക്ക് കുഴിച്ച് വെട്ടി. ഇനി നമുക്ക് ഇത്രയാണ് നമ്മുടെ ആ ഒരു ഫസ്റ്റ് പോർഷനിൽ കട്ടിങ് വരുന്നത്. ഇനി നമുക്ക് സ്ലീവും പിന്നെ താഴത്തെ ഭാഗത്ത് നമുക്ക് കുറച്ച് കട്ടിങ് വരുന്നുണ്ടല്ലോ, ആ ഒരു ഫ്രില്ലിനുള്ളത്. അപ്പോൾ അതൊക്കെ കട്ട് ചെയ്യാം. പിന്നെ ഈ ഒരു ക്ലോത്തിൻ്റെ ഡിസൈൻ എന്ന് പറയുന്നത് ഒരു ലൈൻസ് വരുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു വിഡ്ത്ത് വൈസ് എടുത്തത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് അത് കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ലെങ്ത്ത് വൈസ് തന്നെ എടുക്കണേ. അതിപ്പോൾ പറയാൻ മറന്നു. ഇപ്പം നിങ്ങൾ ലെങ്ത്ത് കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ, അതായത് നമുക്ക് വണ്ണം കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ അത് ലെങ്ത്ത് വൈസ് എടുത്താൽ മതി കേട്ടോ.
അപ്പോൾ ഇനി ഇതിൻ്റെ ബാക്കിയായിട്ട് വരുന്നത് നമുക്ക് എന്താണ് ആ ഒരു ഫ്രില്ല് എടുത്ത് കൊടുക്കണം. അതിന് വേണ്ടിയിട്ട് നമ്മുടെ ടോട്ടൽ ലെങ്ത് വന്നിട്ട് 25 ഇഞ്ചാണ്. അതിന് നമ്മൾ ആദ്യം 14 ആണ് നമ്മൾ ആ ഒരു മേളിലേക്ക് എടുത്തിട്ടുള്ളത്. അപ്പോൾ അത് മൈനസ് ചെയ്തിട്ടുള്ള 11 ഇഞ്ചാണ് നമുക്ക് ഈ ഒരു ഫ്രില്ലിന് വേണ്ടിയിട്ട് എടുക്കുന്നത്. അപ്പോൾ ഞാനിവിടെ എങ്ങനെ എടുക്കുന്നതെന്ന് വെച്ചാൽ എനിക്കിവിടെ ലൈൻസ് ഉള്ളതുകൊണ്ട് താഴത്തേക്ക് തന്നെ വേണം. അപ്പോൾ ഞാനിവിടെ എങ്ങനെ എടുക്കുന്നതെന്ന് വെച്ചാൽ ഞാനിവിടെ 11 ഇഞ്ചാണ്. അപ്പോൾ നമുക്ക് സീം അലവൻസും കൂടി കൂട്ടി 1 ഇഞ്ച് ഞാൻ സീം അലവൻസും കൂടി ഇട്ടിട്ട് 12 ഇഞ്ചാണ് കേട്ടോ എടുത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഞാനിവിടെ 12 ഇഞ്ചിൽ ഈ ഒരു വിത്ത് വൈസ് തന്നെ ഈ മെറ്റീരിയൽ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അങ്ങനെ 2 പീസ് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. എന്നുവെച്ചാൽ ഫ്രണ്ടിലേക്കും ബാക്കിലേക്കും വേണ്ടിയിട്ടാണ് 2 പീസ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ എത്രയാണോ എൻ്റെ ആ ഒരു ടോപ്പ് പോർഷനുള്ള അതിൻ്റെ ഇരട്ടി ഭാഗം ഇതിനകത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ അത്രയും നമുക്ക് ഫ്രില്ല് ഇട്ട് കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഒരുപാട് ഫ്രില്ല് വേണമെങ്കിൽ ഇതുപോലെ ഇരട്ടി എടുത്തോ. അപ്പോൾ അല്ല ഇപ്പം കുറച്ച് മതി എന്നാണെങ്കിൽ അതിൻ്റെ പകുതിയായിട്ട് എടുത്താൽ മതി കേട്ടോ. അപ്പോൾ നിങ്ങളുടെ ഇഷ്ടം പോലെ ആ ഒരു ഫ്രില്ല് എടുക്കുക കേട്ടോ. അപ്പോൾ ഇത് ഞാൻ ഇവിടെ 12 ഇഞ്ചിൽ അങ്ങനെ 2 പീസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് സ്ലീവ് കട്ട് ചെയ്യാം. അപ്പോൾ സ്ലീവ് എന്ന് പറയുന്നത് ഇവിടെ 13 ഇഞ്ചാണ് നമ്മളിവിടെ സ്ലീവിൻ്റെ ലെങ്ത് ആയിട്ട് എടുത്തിട്ടുള്ളത്. അപ്പോൾ സീം അലവൻസും കൂടി ആഡ് ചെയ്തിട്ട് നമുക്ക് 14 ഇഞ്ച് ഫസ്റ്റ് മാർക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അതിൻ്റെ ലെങ്ത്തൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിന് ചെയ്തോട്ടോ. അപ്പോൾ പിന്നെ ഞാനിവിടെ 1 ഇഞ്ച് ഈ ഒരു മേൽ ഭാഗത്തു നിന്ന് ആദ്യം ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ സൈഡിൽ നിന്നും സെൻറ്ററിൽ നിന്നൊക്കെ ഒരു 3 ഇഞ്ച് ഞാനിവിടെ ഒന്ന് സ്ലോപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളത് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മുടെ ആം റൗണ്ട് എന്ന് പറയുന്നത് 16 ഇഞ്ചാണ്. 16ൻ്റെ പകുതി എന്ന് പറയുന്നത് 8 ഇഞ്ച് ഇവിടെ എവിടെയാണോ വരുന്നത് അവിടെ വെച്ചിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് ഫോക്കസ് ആയിട്ടില്ല മര്യാദയ്ക്ക്. അപ്പോൾ ഇതിങ്ങനെയാണ് വരുന്നത്. ഇങ്ങനെ 8 ഇഞ്ച് ഞാൻ ഇവിടെ മാർക്ക് ചെയ്ത് കൊടുക്കുക. പിന്നെ ഇതിൻ്റെ സെൻറ്റർ പോർഷനായിട്ടുള്ള 4 ഇഞ്ചും ഫസ്റ്റ് ഇതിൽ നിന്ന് ഈ ഒരു പോർഷനിൽ മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് ഈ ഒരു കർവ് സ്കെയിൽ വെച്ചിട്ട് ഈ 2 ഡോട്ടും മുട്ടുന്ന ഭാഗം ഉണ്ടല്ലോ അവിടെ വെച്ചിട്ട് ഇങ്ങനെ വരയ്ക്കുക. മറ്റേ ഭാഗത്ത് ഈ ഒരു ഓപ്പോസിറ്റ് സൈഡിലേക്ക് ഈ കർവ് സ്കെയിലും കൂടി വെച്ചിട്ട് ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. ഇത്രയേ ഉള്ളൂ സ്ലീവിൻ്റെ കട്ടിങ്. അപ്പോൾ നമുക്ക് കറക്റ്റായിട്ട് ആ ഒരു സ്ലോപ്പ് കിട്ടും കേട്ടോ. അപ്പം മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഈ ഒരു 1 ഇഞ്ച് കൊടുക്കുക. എന്നിട്ട് അവിടെ സെൻറ്റർ പോർഷൻ ഇങ്ങനെ സ്ലോപ്പ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. എന്നിട്ട് നമുക്ക് താഴ്ഭാഗം നമ്മുടെ സ്ലീവിൻ്റെ താഴ്ഭാഗമായിട്ടുള്ളത് നമുക്കിവിടെ മാർക്ക് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ 5 ഇഞ്ചാണ് എനിക്ക് വരുന്നത്. അപ്പോൾ ഞാനിവിടെ സീം അലവൻസും എല്ലാം ആഡ് ചെയ്തിട്ട് ഞാനിവിടെ കുറച്ച് കൂട്ടി എടുക്കുന്നുണ്ട്. ഞാനിവിടെ ഏകദേശം 6 ഇഞ്ചൊക്കെ എടുത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങളത് എടുത്തോ. അപ്പോൾ ഞാൻ കുറച്ചും കൂടി ലൂസായിട്ട് കിടക്കാൻ വേണ്ടിയിട്ട് കുറച്ചും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഒരു 9 ഇഞ്ചോ എന്തോ ഞാനിവിടെ എടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ എത്രയാണോ നിങ്ങളുടെ ആ ഒരു സ്ലീവിൻ്റെ റൗണ്ട് വരുന്നത് അതവിടെ എടുത്ത് കൊടുത്താൽ മതിയേ. എന്നിട്ട് ആ ഒരു പോർഷനുമായിട്ട് നമുക്കിന്ന് ജോയിൻ ചെയ്തെടുക്കാം. എന്നിട്ട് നമുക്ക് ഈ ഒരു സ്ലീവ് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. അപ്പം ഇത്രയാണ് ഈ ഒരു ഡ്രസ്സിൻ്റെ കട്ടിങ് വരുന്നത്. നമ്മൾ പിന്നെ ലൈനിങ് വെച്ചിട്ടല്ല ചെയ്യുന്നത്. അപ്പം നമുക്ക് നെക്ക് ഫിനിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് ക്രോസ് പീസും കൂടി കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ അത് കട്ട് ചെയ്യാം. അതിനു മുന്നേ നമുക്ക് ഈ ഒരു സ്ലീവ് കുഴിച്ച് വരയ്ക്കണം. നമ്മൾ ടോപ്പ് പോർഷൻ നമ്മൾ കുഴിച്ച് വരച്ചിട്ടുണ്ട്. അപ്പം നമുക്ക് ഇതും കൂടി കുഴിച്ച് വരയ്ക്കണം. അപ്പം നമ്മുടെ ഈ മെറ്റീരിയലിന് 2 നല്ല ഭാഗവും ഉള്ളിലേക്ക് വരുന്ന രീതിയിൽ വെച്ചിട്ടുണ്ട് ഞാൻ. അല്ലെങ്കിൽ 2 നല്ല ഭാഗവും പുറത്തേക്ക് വരുന്ന രീതിയിൽ വെച്ചാലും മതി കേട്ടോ. അപ്പോൾ അത് കുഴപ്പമില്ല. എന്നിട്ട് നമുക്ക് ഈ ഒരു സെൻറ്റർ പോർഷൻ 4 ഇഞ്ചിൽ സെൻറ്റർ പോർഷൻ ഉണ്ടല്ലോ അതിൽ നിന്ന് നമുക്ക് ഒരു 1/2 ഇഞ്ച് ഞാൻ ഇങ്ങോട്ട് വരച്ചിട്ടുണ്ട്. എന്നിട്ട് ആ ഒരു ആം കർവ് സ്കെയിൽ വെച്ചിട്ട് ജസ്റ്റ് നമ്മൾ സ്ലീവ് കട്ട് ചെയ്ത പോലെ തന്നെ ആ ഒരു ലൈനിലേക്ക് തട്ടണം എന്ന് മാത്രമേ ഉള്ളൂ. അത് വെച്ചിട്ട് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് വരച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ ആ ഒരു എൻഡ് എന്ന് പറയുന്നത് നമ്മൾ സീം അലവൻസ് ഇടുന്നതിന് മുന്നേ ഉള്ളതായിരിക്കണേ. നമ്മൾ ലൂസ് ഇട്ടിട്ടുള്ള ഒരു ഭാഗം ഉണ്ടല്ലോ അതായിരിക്കണം കേട്ടോ. അല്ലാതെ മറ്റേ അറ്റത്തേക്ക് പോകരുത്. പിന്നെ ഇത് മനസ്സിലാവാൻ വേണ്ടിയിട്ട് ഞാൻ ജസ്റ്റ് ഒരു കട്ടും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയാണ് സ്ലീവിൻ്റെ കട്ടിങ് വരുന്നത്. ഇനി നമുക്ക് നമ്മുടെ ഒരു ക്രോസ് പീസ് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഈ ഒരു സ്കെയിലിൻ്റെ വിഡ്ത്തിലുള്ള ക്രോസ് പീസുകളാണ് കേട്ടോ കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ വിഡ്ത്ത് എന്ന് പറയുന്നത് ഏകദേശം 1 ഇഞ്ചാണ് വന്നിട്ടുള്ളത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ കുറച്ച് ക്രോസ് പീസുകൾ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഒരുപാട് വേണ്ട, നമുക്ക് സ്ലീവ്ലെസ് അല്ല, സ്ലീവിൽ നമുക്ക് വേണ്ട. അപ്പം നമ്മുടെ നെക്കിൽ മാത്രം മതി, ഫ്രണ്ടും ബാക്കും നെക്കിൽ. അപ്പോൾ ഞാൻ അതിന് വേണ്ടിയിട്ട് കുറച്ച് പീസുകൾ ഇവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് സ്റ്റിച്ച് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഫസ്റ്റ് നമ്മുടെ ഫ്രണ്ട് പോർഷൻ എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ബാക്കും എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇനി ഫസ്റ്റ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നെക്ക് ഫിനിഷ് ചെയ്യാന്നുള്ളതാണ്. അപ്പോൾ നെക്ക് ഫിനിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ക്രോസ് പീസുകൾ എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ഇത് ജോയിൻ ചെയ്തെടുക്കണം. എന്നിട്ട് വേണം നെക്ക് ഫിനിഷ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതെങ്ങനെ ജോയിൻ ചെയ്തെടുക്കുന്നത് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇതുണ്ടാവും, ഞാനിവിടെ ക്രോസ് പീസ് എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ നമ്മളെ എൻഡ് ഭാഗം ചെരിഞ്ഞായിരിക്കുമല്ലോ ഇരിക്കുന്നത്. അപ്പോൾ ഇത് രണ്ടും ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്ന പോലെ ഇങ്ങനെയാണ് വെക്കേണ്ടത് കേട്ടോ. ഒരേ പോർഷനിലേക്ക് ഒരേ ഭാഗത്തേക്ക് തിരിഞ്ഞിരിക്കുന്ന പോലെ അല്ല, രണ്ടും ഇങ്ങനെ സെപ്പറേറ്റ് ഭാഗത്തേക്ക് വെച്ചിട്ട് ഇതിങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ഒരു സ്റ്റിച്ചൊക്കെ ഇട്ട് കൊടുത്താൽ മതി. നമ്മളത് ഇനിയും സ്റ്റിച്ച് ചെയ്യും. അപ്പോൾ അത് സ്ട്രോങ് ആയിട്ട് നിൽക്കും കേട്ടോ. അപ്പോൾ ഇങ്ങനെ വെച്ചിട്ട് നമ്മുടെ ഈ പീസുകളെല്ലാം
നമുക്ക് ഫസ്റ്റ് ജോയിൻ ചെയ്തെടുക്കണം. ഫ്രണ്ടിലേക്കും ബാക്കിലേക്കും ഒരുമിച്ചാണ് ഞാനിവിടെ ജോയിൻ ചെയ്തെടുക്കുന്നത് കേട്ടോ. എന്നിട്ട് നമുക്ക് ഫ്രണ്ട് ഫസ്റ്റ് ഫിനിഷ് ചെയ്തിട്ട് ബാക്ക് ഫിനിഷ് ചെയ്യാം. അപ്പോൾ അതിനുവേണ്ടി ഞാനിത് ഫുള്ളായിട്ട് ഇവിടെ ഇങ്ങനെയൊരു നമ്മുടെ ക്രോസ് പീസിൽ ഇങ്ങനെ വെച്ചിട്ട് ഫുള്ളായിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ട്. പിന്നെ നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. ഞാൻ കട്ടിങ് ആൻഡ് സ്റ്റിച്ചിങ് വീഡിയോസൊക്കെ ഇങ്ങനത്തെ അപ്ലോഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ ഇൻട്രസ്റ്റിൽ ഇൻസ്പയർ ആയി സ്റ്റിച്ച് ചെയ്യുന്ന ഡ്രസ്സിൻ്റെയും പിന്നെ സാരി സീരീസ് നമ്മൾ പോകുന്നുണ്ട്, അതിൻ്റെ എല്ലാം കട്ടിങ് ആൻഡ് സ്റ്റിച്ചിങ് ഇപ്പോൾ ഇനി എല്ലാ വീക്കും 2 വീഡിയോസ് വെച്ചിട്ട് ഇടണം എന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട്. അപ്പം മാക്സിമം ഞാൻ ട്രൈ ചെയ്യും. അപ്പോൾ അതൊക്കെ വരുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. പിന്നെ നിങ്ങൾക്ക് ഇത് മനസ്സിലാവുന്നുണ്ടോ എന്നുള്ളതൊക്കെ ജസ്റ്റ് ഒന്ന് കമൻറ്റും കൂടി ഇട്ട് അറിയിക്കാം കേട്ടോ. അപ്പോൾ മനസ്സിലാവുന്നുണ്ടെന്ന് പറയുകയാണെങ്കിൽ എനിക്ക് വീഡിയോ ഇടാൻ വേണ്ടിയിട്ട് ഇനിയും മോട്ടിവേഷൻ കിട്ടുമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നിങ്ങൾ എന്തായാലും കമൻറ്റൊക്കെ ചെയ്യണേ. പിന്നെ വീഡിയോ കണ്ടിട്ട് മനസ്സിലായെങ്കിൽ എന്തായാലും ലൈക്കും കൂടി ചെയ്യണം കേട്ടോ. അപ്പോൾ നമ്മൾ ഈ ഒരു ക്രോസ് പീസ് ഞാനിവിടെ ഫുള്ളായിട്ട് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിത് സെൻറ്റർ പോർഷനിലേക്ക് ഇങ്ങനെ വെച്ച്, അതിന് മുന്നേ ഇങ്ങനെ നമുക്ക് എക്സ്ട്രാ നൂലൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം ഒന്ന് കട്ട് ചെയ്ത് മാറ്റണം. എന്നിട്ട് നമുക്കിത് ഫോൾഡ് ചെയ്ത് വെക്കുക. സെൻറ്ററിലേക്ക് ഇങ്ങനെ ഫോൾഡ് ചെയ്ത് നല്ല വശം പുറത്തേക്ക് വരുന്ന രീതിയിൽ ഇങ്ങനെ വെച്ചിട്ട് ഫുള്ളായിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. ഇത് ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ചെറിയൊരു അബദ്ധം പറ്റി. കാരണം നമ്മൾ ഈ ഒരു ക്രോസ് പീസ് 1 ഇഞ്ചാണ് എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഈ 1 ഇഞ്ച് എന്ന് പറയുമ്പോൾ തീരെ കുറവാണ്. നമ്മൾ ഈ ഒരു ക്രോസ് പീസ് ഫസ്റ്റ് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ നല്ല വശത്ത് വെച്ച് സ്റ്റിച്ച് ചെയ്തിട്ട് ബാക്ക് വശത്തേക്ക് വെക്കണം. അപ്പോഴത്തേനും നമുക്ക് ഇവിടെ സീം അലവൻസ് കിട്ടത്തില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 1 ഇഞ്ച് എടുക്കരുത്. അപ്പം ഇത് ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് എനിക്ക് മനസ്സിലായത് 1 ഇഞ്ച് എടുക്കരുത്, നിങ്ങൾ 1.5 ഇഞ്ചൊക്കെ മിനിമം എടുക്കുക കേട്ടോ. എന്നാലാണ് കറക്റ്റായിട്ട് കിട്ടത്തുള്ളേ. ഇത് പിന്നെ ഈ ഒരു ക്ലോത്ത് എന്ന് പറയുന്നത് കുറച്ചിങ്ങനെ വലിയുന്ന ടൈപ്പ് ക്ലോത്തും കൂടിയാണ്. അപ്പോൾ അതുകൊണ്ട് ഇതിങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് എനിക്ക് മനസ്സിലായത് തീരെ കുറവാണ്. അപ്പം അതുകൊണ്ട് ഞാനിത് മാറ്റിയിട്ട് ഒരു ക്രോസ് പീസ് കുറച്ചും കൂടി വലുത് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ കട്ട് ചെയ്തിട്ട് വന്നിട്ടുണ്ട്. ഈ ഒരു 1.25 ഞാനിവിടെ എടുത്തിട്ടുണ്ട്. ഇത്രയും വേണമെന്നില്ല, 1.5 ഇഞ്ച് അല്ലെങ്കിൽ 1.25 ഇഞ്ചോളം എന്തായാലും എടുക്കണേ. അല്ലെങ്കിൽ ഇത് ക്ലോത്തും കൂടി ഇങ്ങനെ ആയതുകൊണ്ടാണ് കുറച്ചിങ്ങനെ ഇങ്ങനെ വലിയുന്ന ടൈപ്പ് ക്ലോത്തും കൂടി ആയതുകൊണ്ട് ഇത് കിട്ടുന്നില്ലായിരുന്നു. ഓക്കെ, അപ്പോൾ എന്തായാലും ഞാൻ ഇതിങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ട് ഇതിൻ്റെ സെൻറ്റർ പോർഷനിൽ ഇങ്ങനെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഇവിടെ നമുക്ക് എക്സസ് ഇങ്ങനെ വന്നിട്ടുള്ള വരും അങ്ങനെ മെറ്റീരിയലുകൾ. അപ്പോൾ അതൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കളഞ്ഞ് ഒന്ന് കറക്റ്റായിട്ട് വൃത്തിയായിട്ട് എടുക്കാം കേട്ടോ. അപ്പോൾ ഇതുണ്ടോ, ഇത്രയെങ്കിലും വീതി ഉണ്ടെങ്കിലാണ് നമുക്ക് നെക്ക് ഫിനിഷ് ചെയ്യുമ്പോൾ വൃത്തിയായിട്ട് കിട്ടത്തുള്ളൂ. ഓക്കെ, എന്തായാലും ഞാനിവിടെ ഫ്രണ്ട് നെക്ക് എടുത്തിട്ടുണ്ട്. ഇനി ഇതിനകത്ത് നമുക്ക് ഈ ഒരു ക്രോസ് പീസ് വെച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ ഒരു ക്രോസ് പീസിൻ്റെ മോൾ ഭാഗം നമുക്കിങ്ങനെ ഒന്ന് ഫോൾഡ് ചെയ്തിട്ട് വേണം ഈ നെക്കിലൂടെ സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഫസ്റ്റ് ഇങ്ങനെ നെക്ക് വെച്ചിട്ട് നമുക്ക് ആ ഒരു ക്രോസ് പീസ് ഒന്ന് ജസ്റ്റ് ഫോൾഡ് ചെയ്യുക. എന്നിട്ട് ഒരു 1/4 ഇഞ്ചിൽ നമുക്ക് നെക്ക് റൗണ്ടല്ല സ്ക്വയറിൽ നമുക്കിവിടെ സ്റ്റിച്ച് ചെയ്തെടുക്കണം കേട്ടോ. അപ്പോൾ ഈ സ്ക്വയർ സ്റ്റിച്ച് ചെയ്യുമ്പോൾ വൃത്തിയായിട്ട് കിട്ടാനുള്ള ഒരു ട്രിക്കും കൂടി ഞാൻ പറഞ്ഞുതരാവേ. അപ്പോൾ ഫസ്റ്റ് നമുക്കിങ്ങനെ സ്റ്റിച്ച് ചെയ്തിട്ട് നമ്മുടെ ആ ഒരു സ്ക്വയറിൻ്റെ കർവ് എത്തുമല്ലോ. അപ്പോൾ ഈ കർവ് എത്തുന്ന സമയത്ത് അവിടെ ആ ഒരു ക്രോസ് പീസ് ജസ്റ്റ് ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ നമുക്ക് അവിടെ കറക്റ്റായിട്ട് കിട്ടും കേട്ടോ. അല്ലെങ്കിൽ നമുക്കിങ്ങനെ സ്ക്വയർ ആയതുകൊണ്ട് അവിടെ ഷാർപ്പായിട്ട് കിട്ടത്തില്ല. അപ്പോൾ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് അവിടെ നമുക്കിങ്ങനെ കുത്തി നിർത്തിയിട്ട് ജസ്റ്റ് ആ ഒരു നമ്മുടെ ക്ലോത്ത് ഫുള്ളായിട്ട് ചെരിച്ച് വെക്കുക. എന്നിട്ട് ഈ ഒരു ക്രോസ് പീസ് ഇങ്ങനെ എടുക്കുന്ന സമയത്ത് അവിടെ കറക്റ്റായിട്ട് കിട്ടും കേട്ടോ. അങ്ങനെയാണ് ഈ ഒരു നമ്മുടെ സ്ക്വയർ നെക്ക് സ്റ്റിച്ച് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ വെച്ചിട്ട് ചെരിച്ച് വെച്ചിട്ട് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുക്കുക. എന്നിട്ട് നമ്മുടെ ഇപ്പുറ വശത്തെ നമ്മുടെ ആ ഒരു കർവ് ഭാഗം എത്തുമ്പോഴും ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് മുകളിലേക്ക് സ്റ്റിച്ച് ചെയ്തെടുത്താൽ മതി. ഇവിടെ 1/4 ഇഞ്ചിലാണ് ഞാനിവിടെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഫുള്ളായിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക. മുകളിലെത്തുന്ന സമയത്ത് ആ ഒരു ഫോൾഡ് ചെയ്ത് കൊടുക്കുക. നമ്മുടെ ക്രോസ് പീസ് ജസ്റ്റ് ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുത്തിട്ട് വേണം അവിടെ ഫിനിഷ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത്രയുമാണ് നമുക്ക് ഈ ഒരു ഫസ്റ്റ് ഭാഗം എന്ന് പറയുന്നത്, ഈ ഒരു നെക്ക് ഫിനിഷ് ചെയ്യുന്ന ഫസ്റ്റ് ഭാഗം. ഇനി അടുത്തതായിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ഈ ഒരു ക്രോസ് പീസ് പതിച്ചടിച്ചു കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. അപ്പം അതിനു മുന്നേ നമുക്ക് ഈ ഒരു എഡ്ജ് ഭാഗം ഉണ്ടല്ലോ, അതായത് ആ ഒരു മൂല ഭാഗം ഉണ്ടല്ലോ നമ്മുടെ സ്ക്വയർ നെക്കിന്, അതൊന്ന് ജസ്റ്റ് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നാലാണ് നമുക്ക് ഇത് മറിച്ച് ഉള്ളിലേക്ക് പോകുന്ന സമയത്ത് അവിടെ വൃത്തിയായിട്ട് കിട്ടത്തുള്ളൂ. അപ്പോൾ ഈ 2 ഭാഗത്തും ജസ്റ്റ് ഒന്ന് കത്രിക വെച്ച് ഞാൻ ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് മാറ്റല്ല ജസ്റ്റ് ഒന്ന് കട്ട് കൊടുക്കുന്നുണ്ട്. അപ്പം അവിടെ നമുക്ക് ഇങ്ങനെ നിവർത്താൻ വേണ്ടിയിട്ട് വൃത്തിയായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ, വേറെ ഒന്നുമല്ല. അപ്പം അത് നമ്മൾ ഫസ്റ്റ് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഞാൻ ഈ ഒരു സീം അലവൻസ് എല്ലാം ഒരു ഭാഗത്തേക്ക് വരുന്നത്, നമ്മുടെ ഈ ഒരു ക്രോസ് പീസിൻ്റെ ഭാഗത്തേക്ക് സീം അലവൻസ് ഫുള്ളായിട്ട് വരുന്ന രീതിയിൽ വെച്ചിട്ട് നമ്മുടെ മെയിൻ ക്ലോത്തിൽ തട്ടാതെ നമ്മുടെ ക്രോസ് പീസിൽ തട്ടുന്ന രീതിയിൽ പതിച്ചൊരു സ്റ്റിച്ച് കൊടുക്കുന്നുണ്ട്. ഇത് എന്തിനാന്ന് വെച്ചാൽ നമ്മളിനി അടുത്തത് നമ്മൾ ഉള്ളിലേക്ക് മറിച്ച് എടുക്കുകയാണ് ചെയ്യുന്നത് ഈ ഒരു ക്രോസ് പീസ്. അപ്പം നമുക്ക് വൃത്തിയായിട്ട് കിട്ടും. മാത്രമല്ല നമുക്ക് ഈ ഒരു നെക്കിൻ്റെ ഇതെന്ന് പറയുന്നത് കുറച്ചും കൂടി സ്ട്രോങ് ആയിട്ടിരിക്കും. ക്രോസ് പീസ് കുറച്ചും കൂടി സ്ട്രോങ് ആയിട്ടിരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇങ്ങനെ വെച്ചിട്ട് ഈ ഒരു എഡ്ജ് ഭാഗമൊക്കെ വരുമ്പോൾ ഫുള്ളായിട്ട്
ആ ഒരു ക്രോസ് പീസിൻ്റെ ഭാഗത്തേക്ക് ഫുള്ളായിട്ട് മാറ്റണം കേട്ടോ. അടിയിലെ ഭാഗവും മാറ്റണേ. അങ്ങനെ വെച്ചിട്ട് ഫുള്ളായിട്ട് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ട്. സ്ക്വയർ നെക്ക് ചെയ്യുമ്പോൾ മാത്രമാണ് ഈ ഒരു എഡ്ജിൻ്റെ ഭാഗത്ത് പ്രശ്നം വരുള്ളൂ. പിന്നെ വി നെക്ക് ചെയ്യുമ്പോഴും, അല്ലാതെ റൗണ്ട് ചെയ്യുമ്പോൾ നമുക്ക് ഈ ഒരു എഡ്ജ് ഇങ്ങനെ കുഴപ്പമില്ല. അപ്പം എന്തായാലും ഈ ഒരു ഇതിങ്ങനെ ഫുള്ളായിട്ട് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ ചീത്തവശം എടുത്തിടുക. ചീത്തവശത്തേക്ക് നമുക്ക് ഈ ഒരു ഇപ്പോൾ നമ്മൾ ചെയ്ത് വെച്ചിട്ടുള്ള ഈ ഒരു ക്രോസ് പീസ് ഉണ്ടല്ലോ, അതിങ്ങനെ ഫുള്ളായിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് ചെയ്യേണ്ടത്. ഇതാ ഇങ്ങനെ വെച്ചിട്ട് റൗണ്ടിൽ സ്ക്വയറായിട്ട് നമ്മുടെ ആ ഒരു സീം അലവൻസ് പതിച്ചടിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇതെങ്ങനെ ഞാൻ ഫുള്ളായിട്ട് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്യുന്നുണ്ട്. അപ്പോൾ സെയിം പോലെ തന്നെ ഞാൻ ബാക്കും ചെയ്യേണ്ടത്. ബാക്കും ഞാനപ്പോൾ ഇതേപോലെ തന്നെ സെയിം പോലെ ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാനിത് ഫുള്ളായിട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് കാണിച്ചു തരാം. അപ്പോൾ ഇതുണ്ട്, ഞാനിവിടെ ഫുള്ളായിട്ട് ഫ്രണ്ട് നെക്കും ബാക്ക് നെക്കും സ്റ്റിച്ച് ചെയ്ത് ഫിനിഷ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വൃത്തിയായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്, കുഴപ്പമൊന്നുമില്ല. അപ്പം ഇതിങ്ങനെ നിങ്ങൾ കറക്റ്റായിട്ട് ചെയ്താൽ മതി, കറക്റ്റായിട്ട് തന്നെ കിട്ടുവേ. ഇനി നമുക്ക് നമ്മുടെ ഷോൾഡർ ടു ഷോൾഡർ ഒന്ന് ജോയിൻ ചെയ്തെടുക്കുകയാണ് ചെയ്യേണ്ടത്. നല്ല വശവും രണ്ട് ഉള്ളിലേക്ക് വരുന്ന രീതിയിൽ വെച്ചിട്ട് 1/2 ഇഞ്ച് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ 1/2 ഇഞ്ചിലാണ് ഞാനിവിടെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങളും 1/2 ഇഞ്ചിലാണ്, നമ്മുടെ സീം അലവൻസ് അത്രയാണല്ലോ ഇട്ടത്. അപ്പോൾ അതിനനുസരിച്ചിട്ട് ഇവിടെ മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കണം, ഡബിൾ സ്റ്റിച്ച് ഇട്ട് കൊടുക്കണേ. അപ്പോൾ അങ്ങനെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് സ്ലീവ് വെച്ച് കൊടുക്കാം. അപ്പോൾ സ്ലീവ് വെക്കാൻ വേണ്ടിയിട്ട് നമുക്ക് സ്ലീവിൻ്റെ അറ്റം ഒന്ന് ഫസ്റ്റ് ഫോൾഡ് ചെയ്ത് അടിക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ സ്ലീവ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാനിവിടെ സ്ലീവിൻ്റെ അറ്റെന്ന് പറയുന്നത് ആദ്യം 1/4 ഇഞ്ച് ഒന്ന് ഫോൾഡ് ചെയ്തിട്ട് പിന്നെ 1/2 ഇഞ്ച് ഫോൾഡ് ചെയ്യുന്ന രീതിയിലാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ എന്നാലാണ് എനിക്ക് ഒരു കറക്റ്റായിട്ട് കിട്ടുന്നതെന്ന് തോന്നുന്നത്. അതായത് 1/4 ഇഞ്ച് ഫസ്റ്റ് ഫോൾഡ് ചെയ്യുന്നു, എന്നിട്ട് 1/2 ഇഞ്ച് ഫോൾഡ് ചെയ്തിട്ട് ഫുള്ളായിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. 2 സ്ലീവും സെയിം പോലെ തന്നെ ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ എത്രയാണോ സീം അലവൻസ് ഇട്ടിട്ടുള്ളത് അതിനനുസരിച്ചിട്ട് ഈ ഒരു സ്ലീവിൻ്റെ അറ്റം ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ അത് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് സ്ലീവ് അറ്റാച്ച് ചെയ്യാം. അപ്പോൾ സ്ലീവ് അറ്റാച്ച് ചെയ്യുന്നതിന് മുന്നേ നമുക്ക് ഈ ഒരു സീം അലവൻസ് ഉണ്ടല്ലോ, ഈ സീം അലവൻസ് എന്ന് പറയുന്നത് നമ്മുടെ ബാക്ക് വശത്തേക്ക് വരുന്ന രീതിയിൽ വേണം വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇത് ഫ്രണ്ടിലേക്ക് വരരുത്. അപ്പോൾ ഇങ്ങനെ ബാക്ക് വശത്തേക്ക് വെച്ചിട്ട് നമുക്ക് സ്ലീവ് അറ്റാച്ച് ചെയ്ത് കൊടുക്കാവേ. അപ്പോൾ സ്ലീവ് അറ്റാച്ച് ചെയ്യുമ്പോൾ ഒരു കാര്യം കൂടി ശ്രദ്ധിക്കുക, നമ്മൾ കുഴിച്ച് വെട്ടിയിട്ടുണ്ടല്ലോ സ്ലീവിൻ്റെ അറ്റം, അപ്പോൾ അത് നമ്മുടെ ഫ്രണ്ട് ഭാഗത്തേക്ക് തന്നെ വരാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. അതായത് നമ്മൾ ഫ്രണ്ട് ഭാഗം ഈ വശത്തേക്ക്, ഞാൻ ഇരിക്കുന്ന ഭാഗത്തേക്കാണ് ഈ ഒരു ഫ്രണ്ട് ഭാഗം ഇരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഈ ഒരു സ്ലീവിൻ്റെയും ഫ്രണ്ട് ഭാഗം ആ ഒരു കട്ടിട്ട് കൊടുത്തത് അതിന് വേണ്ടിയിട്ടാണ്. അതും ഈ ഒരു സെൻറ്റർ ഭാഗത്തേക്ക് ഫ്രണ്ട് ഭാഗത്തേക്ക് വരുന്ന രീതിയിൽ വെച്ചിട്ട് നമുക്ക് നോർമൽ നമ്മൾ സ്ലീവ് വെക്കുന്ന പോലെ തന്നെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ആദ്യം ഒരു കെട്ടിട്ട് കൊടുത്തിട്ട് നമ്മളിങ്ങനെ ഒരു 1/2 ഇഞ്ചിൽ ജസ്റ്റ് ഇങ്ങനെ ഫുള്ളായിട്ട് പിടിച്ചു കൊടുത്തിട്ട് വലിച്ചു കൊടുക്കരുത്. സ്ലീവ് സ്റ്റിച്ച് ചെയ്യുമ്പോൾ കറക്റ്റായിട്ട് പിടിച്ചു കൊടുത്തിട്ട് ഈ ഒരു സ്ലീവ് 2 ഡബിൾ സ്റ്റിച്ച് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ആ ഒരു സീം അലവൻസ് ബാക്കോട്ട് വരാൻ വേണ്ടി ശ്രദ്ധിക്കുക കേട്ടോ, ആ ഷോൾഡറിൻ്റെ. അപ്പോൾ അങ്ങനെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതാ ഫുള്ളായിട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് ഇങ്ങനെയാണ് വന്നിട്ടുള്ളത്. ഇനി നമുക്ക് നമ്മുടെ താഴ്ഭാഗത്തെ ആ ഒരു ഫ്രില്ലും കൂടി വെച്ച് കൊടുക്കാനാണ് കേട്ടോ ഉള്ളത്. അപ്പോൾ ഇതാ ഞാൻ ചീത്ത വെച്ചിട്ട് കാണിച്ചു തരാം. ഇങ്ങനെയാണ് വരുന്നത്. അപ്പോൾ ഇതുണ്ടോ, സ്ലീവൊക്കെ കറക്റ്റായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. സ്ലീവിൻ്റെ അറ്റത്ത് നമുക്ക് കുറച്ച് സീം അലവൻസ് എക്സ്ട്രാ വന്നിട്ടുണ്ട്, അതൊക്കെ നമുക്ക് കട്ട് ചെയ്ത് മാറ്റാവേ. അപ്പോൾ നമുക്ക് ഇനി അടുത്തതായിട്ട് നമ്മുടെ ആ ഒരു പ്ലീറ്റ്സ് ഉണ്ടല്ലോ, ആ താഴ്ഭാഗത്തേക്കുള്ള അതാണ് നമ്മൾ പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കാൻ വേണ്ടി പോകുന്നത് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ നമ്മൾ 2 പീസായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ ഞാൻ ഫ്രണ്ടും ബാക്കും സെപ്പറേറ്റ് ആയിട്ട് തന്നെ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് ഷേപ്പ് ചെയ്ത് കൊടുക്കാനാണ് ഞാൻ വിചാരിക്കുന്നത്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ വേണ്ട, ആ ഒരു യോക്ക് പോർഷൻ വരെ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ട് ലാസ്റ്റ് ഈ ഒരു ഫ്രില്ല് വെച്ച് കൊടുത്താലും മതി കേട്ടോ. ഓക്കെ, അപ്പോൾ ഞാനിവിടെ ഫുള്ളായിട്ട് ഫ്രില്ലിട്ട് കൊടുത്തിട്ടുണ്ട്, 2ഉം സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ നോർമലായിട്ട് ഫ്രില്ലിട്ട് കൊടുക്കുക. അതറിയാലോ, പ്ലേറ്റ്സ് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ചെയ്താൽ മതി. അപ്പോൾ ഇത് 2 ഞാൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് 1/2 ഇഞ്ചിൽ നമ്മുടെ ഈ ഒരു ഡ്രസ്സിൻ്റെ താഴ്ഭാഗത്തേക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. 1/2 ഇഞ്ചിലാണ് ഞാൻ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇതാ ഈ ഫുള്ളായിട്ട് ഡബിൾ സ്റ്റിച്ച് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ 2 ഭാഗത്തും അങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ഷേപ്പ് മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഷേപ്പ് എന്ന് പറയുമ്പം നമ്മളിവിടെ ഓൾറെഡി 32.5 ഇഞ്ചായിരുന്നു ചെസ്റ്റ് വരുന്നത്. അതും വേസ്റ്റ് റൗണ്ടും പിന്നെ സ്ലീവിൻ്റെ റൗണ്ടും എല്ലാം ആം റൗണ്ടൊക്കെ നോക്കിയിട്ട് ഫുള്ളായിട്ടൊന്ന് മാർക്ക് ചെയ്ത് ഫസ്റ്റ് ആദ്യം പിന്നൂത്തി വെക്കുക, എന്നിട്ട് അതൊന്ന് മാർക്ക് ചെയ്തിട്ട് ഫുള്ളായിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുക കേട്ടോ. താഴ്ഭാഗത്തേക്കും ഫുള്ളായിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ട് ഞാനിവിടെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഫസ്റ്റ് സെൻറ്റർ പോർഷൻ ഒന്ന് ഇവിടെ 20 ഇഞ്ചാണ് ടോട്ടൽ വരുന്നത്. അപ്പോൾ അതിൻ്റെ സെൻറ്റർ പോർഷൻ 10 ഇഞ്ച് മാർക്ക് ചെയ്യുന്നുണ്ട്. പിന്നെ ചെസ്റ്റ് റൗണ്ട് ലൂസും കൂടി ഇട്ടിട്ട് വേണം കേട്ടോ മാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. 8 ഇഞ്ചായിരുന്നു എനിക്കിവിടെ വന്നിട്ടുള്ളത്. ഞാൻ ലൂസും കൂടി ആഡ് ചെയ്തിട്ട് 9 ഇഞ്ച് എന്തോ എടുത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ എത്രയാണോ നിങ്ങളുടെ ആ ഒരു മെഷർമെൻറ്റിനനുസരിച്ച് എടുത്ത് കൊടുത്താൽ മതി. പിന്നെ വേസ്റ്റ് റൗണ്ട് ആയിട്ട് ഞാനിവിടെ 6.8 ഇഞ്ചാണ് എനിക്കിവിടെ വന്നിട്ടുള്ളത്. അപ്പോൾ ഞാനിവിടെ ആദ്യം ടോട്ടൽ ഇവിടെ ഇതിൻ്റെ സെൻറ്റർ പോർഷൻ എടുക്കുകയാണ്. 9.5 ഇഞ്ചാണ് സെൻറ്റർ പോർഷൻ വന്നിട്ടുള്ളത്. പിന്നെ അതിൻ്റെ ഒരു ഭാഗത്തേക്ക് എത്രയാണോ വന്നിട്ടുള്ളത് അത് എടുത്തു കൊടുക്കുന്നത്. ഞാനിവിടെ കുറച്ച് ലൂസായിട്ട് തന്നെ എടുത്തു കൊടുക്കുന്നുണ്ട് കേട്ടോ. 8 ഇഞ്ചോളം ഞാനിവിടെ എടുത്തു കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ എത്രയാണോ നിങ്ങളുടെ ലൂസും കാര്യങ്ങളും ഇട്ടിട്ടുള്ളത് ആ ഒരു മെഷർമെൻറ്റ് എടുത്തു കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഇവിടെ ഈ ഒരു മെഷർമെൻറ്റാണ് കറക്റ്റായിട്ട്. ഇത് പെപ്ലം ടോപ്പ് ആയതുകൊണ്ട് കുറച്ച് ലൂസായിട്ട് എടുക്കുന്നതായിരിക്കും ഭംഗി ഉണ്ടാവുക. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നിങ്ങളതൊന്ന് എടുത്തു കൊടുക്കുക. പിന്നെ നമ്മുടെ സ്ലീവിൻ്റെ
ഒരു റൗണ്ട് എന്ന് പറയുന്നത് ഞാനിവിടെ 7 ഇഞ്ചാണ് എടുത്തു കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു സ്ലീവിൻ്റെ എത്രയാണോ റൗണ്ട് വന്നിട്ടുള്ളത് അത് എടുത്തു കൊടുക്കുക. പിന്നെ എൻഡ് പോർഷനിലും ആ ഒരു ലെങ്ത്ത് കറക്റ്റായിട്ട് എടുത്തു കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇത് ഫുള്ളായിട്ടൊന്ന് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്കിതൊന്ന് ഫുള്ളായിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഡബിൾ സ്റ്റിച്ച് ഇട്ട് കൊടുത്തിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതാ ഞാനിവിടെ ഫുള്ളായിട്ട് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇവിടെ എക്സസ് ആയിട്ട് സ്ലീവിൻ്റെ അവിടെ കുറച്ച് മെറ്റീരിയൽ വന്നിട്ടുണ്ടായിരുന്നേ, ഞാനപ്പോൾ അതൊന്ന് മാറ്റി കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ഞാൻ 1/4 ഇഞ്ചിൽ അടിഭാഗം കൂടി ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എത്രയാണോ സീം അലവൻസ് ഇട്ടുള്ള അതിനനുസരിച്ച് നിങ്ങളൊന്ന് സ്റ്റിച്ച് ചെയ്തെടുത്താൽ മതി. നമ്മളിവിടെ 1/2 ഇഞ്ചായിരുന്നല്ലോ ഇട്ടിട്ടുണ്ടായിരുന്നേ, അപ്പോൾ അതൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ട്. എന്നിട്ട് ചേച്ചിനെ കൊണ്ട് ഇതൊന്ന് ഇട്ടിട്ട് കാണിച്ചു തരാം ഇതെങ്ങനെയാണ് വരുന്നത്. ഇതുണ്ടോ കറക്റ്റ് വൃത്തിയായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാ നിങ്ങളുടെ ഒരു ലെങ്ത്ത് ഇപ്പോൾ ഇത്രയാണ് വരുന്നത്, ഈ ഒരു ലെങ്ത്താണ് എടുക്കുന്നതെങ്കിൽ ഇത്രയും ആണ് നിൽക്കുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടി ലെങ്ത് ഒക്കെ വേണമെങ്കിൽ അതിനനുസരിച്ച് എടുത്താൽ മതി. അപ്പോൾ ആ ഒരു പ്ലീറ്റ്സ് ഒക്കെ നല്ലോണം ഇട്ട് കൊടുത്തുകൊണ്ട് ഇതാ പ്ലീറ്റ്സ് ഒക്കെ നല്ല വൃത്തിയായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. അപ്പം ഈ ഒരു ഡ്രസ്സ് കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ എന്ന് എന്തായാലും ഒന്ന് കമൻറ്റ് ചെയ്യണേ. പിന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ടിട്ട് മനസ്സിലായെന്ന് എന്തായാലും ഒന്ന് കമൻറ്റ് ചെയ്ത് അറിയിക്കുക. പിന്നെ എന്തെങ്കിലും സജഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ പറയാം കേട്ടോ. അപ്പോൾ അത്രയുള്ള ഒരു വീഡിയോ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ.